ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുതേക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ ചതി തിരിച്ചറിഞ്ഞ ദിതി രാജീവും കുടുംബവുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് സുധീഷിന്റെയും സുഭാഷിന്റെയും അനിയന്മാരുടെയൊപ്പം കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. രാവിലെ എഴുന്നേറ്റ നിധി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിക്ക് പോകാനായി ഒരുങ്ങുകയാണ് സുധീഷ്. ഭക്ഷണമെല്ലാം റെഡിയാക്കി ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന സുഭാഷ് ശ്രദ്ധിക്കുകയാണ് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നികേഷിനെ. അരികിലേക്ക് വന്ന് സുഭാഷ് ചോദിക്കുന്നു, നികേഷ്, നിന്റെ ക്ഷീണം മാറിയില്ലേ? സമയം ഒരുപാടായി, നിനക്ക് കോളേജിൽ പോകണ്ടേ? എഴുന്നേൽക്കട എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ക്ഷീണത്തോടുകൂടി നികേഷ് എഴുന്നേറ്റിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റൂടാ? നല്ല ചൂടുണ്ടല്ലോ, പനിയുണ്ടോ നിനക്ക്? ടെൻഷനോടുകൂടി നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി സുഭാഷ് പറയുകയാണ്, നല്ല ചൂടുണ്ട്, പനിയുണ്ടോ നിനക്ക്? ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് കിടക്കുകയാണോ നീ? ഈ സമയം പണിസ്ഥലത്ത് നിന്നും സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവിനാശ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് സുഭാഷ് പുറത്തേക്ക് പോകുമ്പോൾ നിധിയും സുധീഷും അരികിലേക്ക് വന്ന് നികേഷിന്റെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുകയാണ്. നല്ല ചൂടുണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ഗുളികയൊന്നും വേണ്ട, നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ശരിയാകും. ഫീവർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, ട്രാവൽ ചെയ്തതല്ലേ, അതിന്റെ ക്ഷീണമാണെന്നാ തോന്നുന്നത്, ഒന്ന് നന്നായി ഉറങ്ങി എഴുന്നേറ്റാൽ ശരിയാകും. ഇത് കേട്ട് മുളി നിധി അവിടെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ നികേഷ് ഉറങ്ങാനായി കിടക്കുകയാണ്. നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി, കയ്യിൽ എന്താ പേപ്പർ? അപ്പോൾ നിധി പറയുകയാണ്, ജോലിക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, ഏത് കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നത്? തിരുവനന്തപുരത്തുള്ള കമ്പനിയിലൊക്കെ തന്നെയല്ലേ അപ്ലൈ ചെയ്യുന്നത്? നിധി ചോദിക്കുന്നു, ഇതെന്തൊരു ചോദ്യ സുധീഷ്, ഞാനിപ്പം തിരുവനന്തപുരത്തല്ലേ ഉള്ളത്, അപ്പം തിരുവനന്തപുരത്തുള്ള കമ്പനിയിലല്ലേ അപ്ലൈ ചെയ്യൂ? ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് സുധീഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നികേഷ്, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, സുഭാഷ് ഏട്ടൻ ജോലിക്ക് വെക്കും. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, നികേഷ്, നീ വയ്യാതിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകുന്നത്? ഇത് കേട്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം, സുഭാഷ് ഏട്ടൻ ജോലിക്ക് വെക്കും. നികേഷ് ഉറങ്ങി എഴുന്നേൽക്കട്ടെ, ഫീവർ കുറയുന്നുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഗുളിക കൊടുക്കാം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, വേണ്ട മോളെ, ഞാൻ ജോലിക്ക് പോകുന്നില്ല, മോൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, ഇതാണോ സുഭാഷിയുടെ ബുദ്ധിമുട്ട്? നികേഷ് എന്താ കൈക്കുഞ്ഞാണോ? അവ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ എന്റെ ജോലി നോക്കാനും പോകുന്നു, ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകും. അപ്പൊ സുഭാഷ് ചോദിക്കുന്നോ, അങ്ങനെയാണോ? ശരി മോളെ, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൃത്യസമയത്ത് എടുത്ത് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് നികേഷ് എന്ന് വിളിച്ച് സ്നേഹത്തോടു കൂടി നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് തൊട്ട് നോക്കിയാൽ പനി മാറുമോ? സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകും. നികേഷിനെ തലോടിക്കൊണ്ട് സുഭാഷ് പറയുന്നു, നികേഷ്, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ പകുതി പ്രശ്നം തീരും, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇത് കേട്ട് നികേഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ പോയിട്ട് വാ. മോളെ നിധി, ശ്രദ്ധിച്ചോളെ. സുധീഷ്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, ഞാൻ അകത്ത് പോയി കിടക്കുക, ഇവിടെ നല്ല വെട്ടമുള്ളത് കൊണ്ട് ഉറക്കം വരില്ല. ഇത് കേട്ട് നിധി പറയുന്നു, ശരി നികേഷ്, നീ നന്നായി ഒന്ന് ഇറങ്ങി എഴുന്നേക്ക്, പനി കുറഞ്ഞില്ലെങ്കിൽ ടാബ്ലറ്റ് വാങ്ങിച്ചു തരാം. ശരി ഏട്ടത്തി എന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, നിനക്കിപ്പം ചായയോ കാപ്പിയോ വല്ലതും വേണോ? ഇപ്പൊ വേണ്ട, ഉറങ്ങി എഴുന്നേറ്റിട്ട് മതിയെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നിധി, നമുക്കവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അപ്പോൾ നിധി പറയുകയാണ്, അവനെ ഒന്ന് വെറുതെ വിട് സുധീഷ്, അവൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, ചെറിയൊരു പനിയല്ലേ, ശരീരത്തിൽ അതിനുള്ള പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്, പനി വന്നാൽ ഉടനെ ഡോക്ടർ മരുന്ന് അതൊന്നും വേണ്ട, നീ അകത്ത് പോയി കിടക്കടാ നികേഷ്, പോയി റെസ്റ്റ് എടുക്കുന്ന സുധീഷ് പറയുമ്പോൾ നികേഷ് അകത്തേക്ക് പോവുകയാണ്. നികേഷ് റൂമിൽ പോയി പുതച്ചു മൂടി കിടക്കുമ്പോൾ പുഞ്ചിരിച്ച നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി തനിച്ച് ഇവിടെ ഉള്ളല്ലോ, ഇന്ന് ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ ഇരുന്ന് എന്റെ പ്രണയം പറയാൻ ശ്രമിച്ചാലോ? നിധി ചോദിക്കുന്നു, സുധീഷിന് ജോലിക്ക് പോകണ്ടേ? അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി, ഞാനൊന്ന് പോകുന്നില്ല. ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, അതെന്താ, പോകാൻ ഒരുങ്ങിയതല്ലേ? ഒന്ന് മുതലേ സുധീഷ് പറയുന്നു, അതല്ല, നികേഷിന് പനിയല്ലേ, അവൻ വയ്യാതിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകുന്നത്? ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല നിധി. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇത് കുറച്ച് ഓവർ ആകുന്നുണ്ട്, നികേഷിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, സുധീഷ് ജോലിക്ക് പോകും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധി, അവന് മാത്രമേ പനിയുണ്ടോ? എന്റെ ശരീരം മുഴുവൻ അടി വാങ്ങി തളർന്നിരിക്കുക, ശരീരത്തിനെന്നാ നല്ല വേദനയാ, നിങ്ങളെല്ലാവരും വിഷമിക്കുമെന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഷർട്ട് ഊരി നോക്കിയാൽ കാണാം ശരീരത്ത് രക്തം കട്ട പിടിച്ചു കിടക്കുന്നത്, അത്രയ്ക്ക് അടി വാങ്ങിയിട്ടുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല നിധി. ഇത് കേട്ട് നിധി പറയുകയാണ്, ഡോക്ടറെ കാണാൻ പോകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, സുധീഷ് കേട്ടില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് സാരമില്ല നിധി, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ ശരിയാകും, ഞാൻ കുറച്ചു നേരം ഉറങ്ങി റെസ്റ്റ് എടുക്കാം, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാന്ന് പറഞ്ഞ് സുധീഷ് ഹോളിലേക്ക് കിടക്കുകയാണ്. വിഷമത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ് നിധി. താങ്ക് യു നിധി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പത്രം നോക്കുന്ന നിധിയെ തന്നെ നോക്കി കിടക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷ്, സംഗതി വർക്കൗട്ട് ആയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നിധിയുടെ മനസ്സിൽ കയറി പറ്റണം,
തുടർന്ന് ഹരീഷ് കടയിലേക്ക് വരുമ്പോൾ ടിറ്റോ പറയുന്നു, ഹരീഷേട്ടൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. എവിടെ ആയിരുന്നു ആശാൻ? ഇന്നലെ ഒന്നും കാണാനേ ഇല്ലായിരുന്നല്ലോ. ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുവിടായിരുന്നോ എവിടെ പോയിരുന്നു എന്ന്? ഹരീഷ് പറയുകയാണ്, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നടാ, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ഇപ്പോഴാ ഓൺ ചെയ്തത്. ഹരീഷ് ഫോൺ ഓൺ ആക്കിയ ഉടനെ നീതുവിന്റെ മെസ്സേജ് വരികയാണ്. ടിറ്റോ ചോദിക്കുന്നു, മെസ്സേജോ? എത്ര മെസ്സേജ് ചെയ്ത്? ഇത്രയും മെസ്സേജ് ആരാ ആശാൻ അയച്ചത്? നീതുവിന്റെ മെസ്സേജ് ആണല്ലോ. രാത്രിയൊന്നും ഉറങ്ങാതെ നീതു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. ആശാന് റിപ്ലൈ കൊടുക്ക്, അല്ലെങ്കിൽ നീതു ഒരുപാട് ടെൻഷനാകും. ഇന്നലെ 2 തവണ ആശാനെ അന്വേഷിച്ച് കടയിലേക്ക് വന്നായിരുന്നു. കാണാതെ ദേഷ്യപ്പെട്ടാണ് പോയത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ഹരീഷ് പറയുകയാണ്, അവൾ എന്നെ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും അവളത് മനസ്സിലാക്കുന്നില്ല. അവൾ ടിറ്റോ പറയുകയാണ്, ആശാൻ എവിടെ പോയെന്ന് അറിയാത്തതിന്റെ ടെൻഷനിലായിരിക്കും നീതു വിളിക്കുന്നത്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് രാവിലെ സംസാരിക്കാം, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, പോയി ഉറങ്ങെന്ന് പറഞ്ഞു. അപ്പോഴും അവൾ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. അതാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഹരീഷ് പറയുമ്പോൾ ചന്തു ചോദിക്കുന്നു, ശരി അത് വീട് ആശാനെ, അവിടെ എന്താ സംഭവിച്ചത്? സുധീഷേട്ടന്റെ കാര്യം എന്തായി? അപ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടന്റെ അമ്മായിയച്ഛൻ എന്ത് പ്ലാൻ ചെയ്ത് ഇവിടുന്ന് ഏട്ടത്തിയൻ സുധീഷേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. സുധീഷേട്ടൻ കള്ളനാണെന്ന് വരുത്തി തീർത്ത് തട്ടിക്കൊണ്ടുപോയി അയാൾ. ഞങ്ങൾ പോയി രക്ഷിച്ചുകൊണ്ട് വന്നതാ. ഇത് കേട്ട് ടിറ്റോ ചോദിക്കുകയാണ്, എന്താ ഹരീഷേട്ടൻ ഈ പറയുന്നത്? ഇത്ര വലിയ പ്രശ്നമായോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, അതേടാ, ഈ ടെൻഷന്റെ ഇടയിൽ ഞാൻ എങ്ങനെയാ നീതുവിന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക? തുടർന്ന് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി അവിടേക്ക് വരികയാണ് നീതു. അരികിലേക്ക് വന്ന നീതു ദേഷ്യത്തോടു കൂടി ഹരീഷിനെ നോക്കുമ്പോൾ നീതുവിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, ഇരിക്ക്. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, ഇരിക്കാനോ? ഒന്നും നടക്കാത്തതുപോലെയാണല്ലോ ഇരിക്കാൻ പറയുന്നത്. നിനക്ക് ഞാൻ എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനെങ്കിലും റിപ്ലൈ ചെയ്തോ? ഇപ്പൊ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ മെസ്സേജും നീ കണ്ടിട്ടുണ്ട്, പക്ഷെ റിപ്ലൈ മാത്രം തന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് കേട്ട് ടിറ്റോ പറയുകയാണ്, ആശാൻ ഇപ്പോഴാ നീതുവിന്റെ മെസ്സേജ് കണ്ടത്. ഉടനെ നീതു ഇവിടേക്ക് വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പൊ നീതു പറയുകയാണ്, മെസ്സേജ് കണ്ട ഉടനെ റിപ്ലൈ ചെയ്യണ്ടേ? റിപ്ലൈ ചെയ്യാതെ ജോലി ചെയ്യാൻ തുടങ്ങിയത് കണ്ടില്ലേ? എന്നെ പറ്റി നിനക്കൊരു വിചാരം ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് എല്ലാം തീർന്നത്. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ പ്രണയിച്ചത്? നീ മിണ്ടാതിരുന്നെങ്കിൽ ഞാനെങ്കിലും സമാധാനത്തോടു കൂടി കഴിഞ്ഞേനെ. ഒരാഴ്ച എന്നോട് നന്നായിട്ട് സംസാരിച്ചിട്ട് ഇപ്പം മുഖം വെറുപ്പിച്ച് കാണിക്കുന്നു. ഇത് കേട്ട് ചന്തു പറയുകയാണ്, നീതു ആശ ഫോൺ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് കരുതി വിട്ടാ പോരായിരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, അർദ്ധരാത്രി അത്ര വലിയ എന്ത് ജോലിയായിരുന്നു? വീട്ടിലും ഇല്ലായിരുന്നു, പുറത്തെവിടോ ചുറ്റിക്കറങ്ങുകയായിരുന്നു. വെളിയിലെല്ലാം ചുറ്റിക്കറങ്ങാൻ അവന് നേരമുണ്ട്, പക്ഷെ ഫോൺ എടുത്ത് എന്നോട് 2 വാക്ക് സംസാരിക്കാൻ അവന് നേരമില്ല. എന്ത് പ്രശ്നമാണ് നടന്നതെന്ന് അറിയുമോ നീതുവിനെന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, പറഞ്ഞാലല്ലേ അറിയൂ. അർദ്ധരാത്രിയില് ഇവൻ എന്ത് പ്രശ്നമാ ഉള്ളത്? ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇവൻ ആരുടെയെങ്കിലും ഒപ്പം കറങ്ങി നടക്കുകയായിരുന്നിരിക്കും. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ സാറിന് പിടിച്ചില്ല. എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. രാത്രി മുഴുവൻ ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചോണ്ടേയിരുന്നു, ഒരുപാട് മെസ്സേജ് അയച്ചു. നീ ഫോൺ ഓൺ ചെയ്തതുപോലുമില്ല. ഒരുത്തി എന്നെ കുറിച്ച് മാത്രം വിചാരിച്ചിരിക്കുകയല്ലേ? അവളോട് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നണ്ടേ? രാവിലെ കടയിലേക്ക് വരാൻ അറിയാമായിരുന്നു, ഫോൺ ഓൺ ചെയ്ത് മെസ്സേജ് നോക്കാൻ അറിയായിരുന്നു, ഒരു റിപ്ലൈ ചെയ്യാൻ മാത്രം നിനക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് വേണ്ടാത്തവളായി പോയോ ഞാൻ? നിനക്കൊക്കെ എന്തിനാടാ ലവ്? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ എഴുന്നേറ്റ് കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ഹരീഷ് ഉറക്കെ പറയുന്നു, മനുഷ്യന്റെ ടെൻഷൻ അറിയാതെയല്ലേ നീ വിളിച്ചോണ്ടിരുന്നത്? അത്രയും വലിയൊരു പ്രശ്നത്തിനിടയിൽ നിൽക്കുമ്പോൾ നിന്റെ ഫോൺ എടുത്ത് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കണോ? ഇത് കിട്ടി ഞെട്ടി നീതു ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, നിനക്ക് വിവരമുണ്ടോടി? ഇങ്ങനെയാണോ ഒരാളെ ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ജോലിയുണ്ട്, നമുക്ക് രാവിലെ സംസാരിക്കാം, നീ പോയി കിടന്നുറങ്ങാനായി. നീ അത് കേട്ടില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെയല്ലേ നീ എന്റെ ഫോണിലേക്ക് വിളിച്ചോണ്ടിരുന്നത്? നോക്ക്, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ ശരിയാകില്ല നീതു. ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ അത് കേൾക്കാതെ രാത്രി മുഴുവൻ എന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ഞാൻ ഈ കടയിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ, അപ്പൊ നിന്നെ കാണുകയും ചെയ്യും, അപ്പൊ സംസാരിച്ച പോരായിരുന്നോ? ഇങ്ങനെ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യണമായിരുന്നോ? മതി എനിക്ക്, ഇതെനിക്ക് ശരിയാകില്ല. ആദ്യം നീ ഇവിടുന്ന് പോ, ഇറങ്ങി പോടി. കരഞ്ഞോണ്ട് നീതു ചോദിക്കുന്നു, സത്യമാണോ ഹരീഷ് പറയുന്നത്? ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുകയാണ്, അതെ ഞാൻ സത്യമാ പറയുന്നത്, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരുമോ? ഇത് കേട്ട് നീതു പറയുകയാണ്, ഞാൻ ഇപ്പൊ പോയാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. കൈകൂപ്പി ഹരീഷ് പറയുകയാണ്, നീതു നീ ഇങ്ങോട്ട് വരികയേ വേണ്ട, ദയവ് ചെയ്ത് ഒന്ന് പോയി തന്നാ മതി. ഇത് കേട്ട് നീതു പറയുകയാണ്, ഓഹോ നീ എന്നെ വേണ്ടെന്ന് വെച്ചു അല്ലേ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, അതെടി, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട, പോടി എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് നീതുവിനെ തല്ലാനായി തുടങ്ങുകയാണ് ഹരീഷ്. ടിറ്റോ ചോദിക്കുന്നു, ആശാന എന്താ ഇത്? കരഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, എനിക്കിത് വേണം ഹരീഷ്. അന്നേ എന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു ആ മെക്കാനിക്കിനെ വിശ്വസിക്കരുതെന്ന്, ഞാനത് കേട്ടില്ല. ഇപ്പൊ എന്നെ അടിക്കാൻ സ്പാനർ എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ പിന്നാലെ വന്നാൽ നീ ചെരുപ്പെടുത്ത് അടിച്ചോ, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് നീതു പൊട്ടിക്കരങ്ങി അവിടെ വന്ന് പോവുകയാണ്. ഹരീഷ് വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് അവിനാശ് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണവുമായി വരികയാണ് ചാന്ദിനി. പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, അവിനാശേ ഭക്ഷണം വന്നല്ലോ. അവിനാശ് പറയുകയാണ്, ഭക്ഷണം വന്നു സുഭാഷ് ഭയ്യ, ഞാനും നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞ് സുഭാഷും അവരുടെ ഒപ്പം അവിടേക്ക് ഇരിക്കുകയാണ്. സുഭാഷ്
സുഭാഷ് ചോദിക്കുന്നു, ഇന്നെന്താ ചാന്ദിനി, ചോറും ചപ്പാത്തിയും ഒക്കെയാണോ? ചോറിന് ഹിന്ദിയില് ചാവൽ എന്നല്ലേ പറയുന്നത്? അതെ വയ്യാത അവിനാശ് പറയുമ്പോ സുഭാഷ് ചോദിക്കാണ്, ഈ ചോറിന്റെ കറിക്ക് സബ്ജി എന്നല്ലേ, അല്ല സബ്ജ എന്നല്ലേ പറയുന്നത്? ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ചാന്ദിനി. അവിനാശ് പറയുന്നു, വയ്യക്കും കൂടി കൊടുക്ക്. ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും ചപ്പാത്തിയും ഒക്കെ എടുത്ത് സുഭാഷിന്റെ നേരെ നീട്ടുകയാണ് ചാന്ദിനി. അവൾ സുഭാഷ് പറയുന്നു, വേണ്ട ചാന്ദിനി, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാ. ചാന്ദിനി ഇതൊന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഭക്ഷണം നീട്ടുമ്പോൾ ചാന്ദിനി അവിനാശിനെ നോക്കുകയാണ്. വാങ്ങിച്ച് കഴിക്കുന്ന അവിനാശ് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി സുഭാഷിന്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുകയാണ് ചാന്ദിനി. തുടർന്ന് ചാന്ദിനി ഹിന്ദിയിൽ, സുഭാഷ് ആണോ പാചകം ചെയ്യുന്നത്? അവിടെ ലേഡീസ് ആരും ഇല്ലെന്ന് ചോദിക്കുകയാണ്. അവിനാശ് പറയുന്നു, ബയ്യയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വേണ്ട നോക്കുന്നുണ്ട്. പക്ഷെ ബയ്യയ്ക്ക് കുക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതാ ദിവസവും ബയ്യ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പുഞ്ചിരിച്ച അച്ഛാന്ന് പറഞ്ഞ് ചാന്ദിനി സുഭാഷിന് കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചാന്ദിനി പറയുകയാണ്, ബഹുത്ത് അച്ഛാ ഹേ. ചാന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന സുഭാഷ് പറയുകയാണ്, ഇതും ബഹുത്ത് അച്ഛാ. ഇത് കേട്ട് ചാന്ദിനി ധന്യവാദം എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് നന്ദി എന്നല്ലേ? അതെ വയ്യാന്ന് അവിനാശ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെ കുറച്ചു നാള് നമ്മള് ഹിന്ദി സംസാരിച്ചാൽ ഞാനും നന്നായി ഹിന്ദി സംസാരിക്കുമെന്നാ തോന്നുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സുഭാഷിനെ നോക്കുകയാണ് ചാന്ദിനിയും അവിനാശും. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനിക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ബിൽഡിംഗ് ആണോ എന്ന് ചാന്ദിനി കൈകൊണ്ട് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഈ ബിൽഡിംഗ് നഹി, ഈ നാട്. പുഞ്ചിരിച്ച് തലയാട്ടി ചാന്ദിനി ഹിന്ദിയിൽ വളരെ നല്ല നാടാണെന്ന് പറയുകയാണ്. നല്ല ചൂടുണ്ടല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അപ്പോൾ ചാന്ദിനി ഹിന്ദിയിൽ, എന്റെ നാട്ടില് ഇതിലും ചൂടുണ്ട്, അവിടെ ഇതിലും വെയിലുണ്ട്, ഇവിടെ വളരെ കുറവാണെന്ന് പറയുകയാണ്. അങ്ങനെ ചാന്ദിനിയും സുഭാഷും സന്തോഷത്തോടു കൂടി ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ സംസാരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അവിനാശി ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുഭാഷും ചാന്ദിനിയും സംസാരിച്ച് കൂടുതൽ അടുക്കുകയാണ്. തുടർന്ന് നികേഷിന്റെ അരികിലേക്ക് വരുന്ന നിധി നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നികേഷിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് പറയുന്നു, ചൂട് കൂടുകയാണല്ലോ. അങ്ങനെ നിധി പനിയുടെ ഗുളികയുണ്ടോ എന്ന് നോക്കുകയാണ്. പനിയുടെ ഗുളികയില്ലെന്ന് കണ്ട് സുധീഷിന്റെ അരികിലേക്ക് വരുന്ന നിധി കാണുകയാണ് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സുധീഷിനെ. തളർന്നുറങ്ങുകയാണല്ലോ, എങ്ങനെ ഇപ്പൊ വിളിക്കുക എന്ന് പറഞ്ഞ് നിധി പുറത്തിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വരുന്നു. ഭാസ്കരൻ പത്രം വായിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി അമ്മായിയച്ഛനെ കൊന്ന മരുമകൾ. നിധി ചോദിക്കുന്നു, അച്ഛാ ഒരു ഉപകാരം ചെയ്യുമോ? ടെൻഷനോടുകൂടി ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്താ മോളെ? ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ സംശയത്തോടുകൂടി ഭാസ്കരൻ ചോദിക്കുകയാണ്, ഗുളികയോ? എന്ത് ഗുളിക? നിധി ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാ വാങ്ങിച്ചുകൊണ്ട് വരുമോ അതോ ഞാൻ പേപ്പറിൽ എഴുതി തരണോ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ ഞാൻ എന്താ ഡോക്ടറാണോ? പറഞ്ഞാൽ ഉടനെ ഓർമ്മയിൽ വെക്കാൻ എഴുതിത്താ മോളെ. ശരിയെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഗുളികയുടെ പേര് എഴുതി കൊടുക്കുകയാണ് നിധി. അത് വാങ്ങിച്ച് ഭാസ്കരൻ ചോദിക്കുന്നു, ആർക്കാ മോളെ ഗുളിക? അപ്പൊ നിധി പറയുകയാണ്, നികേഷിന, അവന് നല്ല പനിയുണ്ട്, അകത്ത് കിടന്ന് ഉറങ്ങുക. ഭാസ്കരൻ ചോദിക്കുന്നു, പനിയോ? എത്ര ഗുളിക വേണം? അപ്പോൾ നിധി പറയുകയാണ്, കുറച്ച് കൂടുതൽ വാങ്ങിച്ചോ, ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും പനി വന്നാൽ ഉപയോഗിക്കാമല്ലോ. ശരിയെന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, ഇവിടെ കോഫി പൗഡർ ഇല്ല, അതും കൂടി വാങ്ങിയിട്ട് വരുമോ? ശരി വാങ്ങിച്ചിട്ട് വരാമെന്ന ഭാസ്കരൻ പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, കാശ് വാങ്ങാതെ പോവാണോ? ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, കാശ് നിന്റെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ ബാങ്കിലിട്, എന്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ വാങ്ങിയിട്ട് വരാം, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ നിധി പുഞ്ചിരിച്ച് ഭാസ്കരൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് നിധി തുണി കഴുകി വിരിക്കുമ്പോൾ പനിയുടെ ഗുളികയും കോഫി പൗഡറും ഒക്കെയായി ഭാസ്കരൻ അവിടേക്ക് വരുന്നു. ഇതാ മോളെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി അത് വാങ്ങിച്ചു നോക്കുകയാണ്. പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് നിധിയുടെ നേരെ നീട്ടുകയാണ്. നിധി സന്തോഷത്തോടു കൂടി അത് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു, നിനക്ക് വേണ്ടി ഒന്നും വാങ്ങിയതല്ല, കടയിൽ ചില്ലറയില്ലായിരുന്നു, അതുകൊണ്ട് അയാൾ ഇത് തന്നതാ. ശരിയെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ പനി വന്നാൽ ഉടനെ ഗുളികയൊന്നും കൊടുക്കരുത്, ശരീരം തന്നെ പനി കുറച്ചോളും. ഈ ഭാസ്കരനൊക്കെ ഗുളിക കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ? പനിയുടെ ഗുളിക കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പനി ഇടയ്ക്കിടയ്ക്ക് വരും, അതുകൊണ്ട് എപ്പോഴും ഗുളിക കഴിക്കാൻ പറ്റുമോ? ഗുളിക കഴിച്ച് ശരീരം നശിപ്പിക്കരുത്, ശരീരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതെ. അപ്പൊ ഡെയിലി കുടിക്കുന്നതോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതിനെ പറ്റിയൊന്നും നീ സംസാരിക്കണ്ട, നോ ടോക്ക് അബൌട്ട് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ. ഇവനെ പോലെ തന്നെയായിരുന്നു ഇവന്റെ അമ്മയും, എപ്പോഴും പനിയായിരുന്നു. അവളുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരാൻ 6 ദിവസം എടുക്കും. ആ 6 ദിവസത്തിൽ അവൾക്ക് 40 തവണ പനി വന്നിട്ടുണ്ട്. സംശയത്തോടു കൂടി നിധി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എന്റെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുന്നത്? ഗുളിക കൊണ്ട് കൊടുക്ക്. അപ്പോൾ നിധി പറയുകയാണ്, ഗുളികയൊക്കെ കൊടുക്കാം, അവരെ എവിടുന്നാ കൂട്ടിക്കൊണ്ട് വന്നത്? ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുകയാണ്, അവൾ എവിടെ ആയിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അവരുമായിട്ട് എങ്ങനെയായിരുന്നു പരിചയമെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതിറങ്ങിട്ട് നീ എന്ത് ചെയ്യാനാ? പുഞ്ചിരിച്ച് നിധി പറയുകയാണ്, ശരി അവരുടെ പേരെന്തായിരുന്നു? ശരി അത് വിട്, അവരിപ്പം ജീവനോടെ ഉണ്ടോ? അവരിവിടുന്ന് എങ്ങോട്ടാ പോയത്? ഇപ്പൊ അവര് എവിടെ താമസിക്കുന്നത്? അതൊക്കെ അറിയാമോ? ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, പ്ലീസ് അവർക്ക് എന്താ സംഭവിച്ചത് അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, കഥ കേൾക്കാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? നിധി പറയുന്നു, അങ്ങനെയല്ല,
ഒരു കാര്യം അറിഞ്ഞു. അതിനുശേഷം എന്താ നടന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ കാണില്ലേ, അതുകൊണ്ട് ചോദിച്ചത്. അവരിപ്പോ എവിടെയുണ്ട്? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഒരു വാക്ക് പറഞ്ഞാ മതി, അതേ പിടിച്ചങ്ങ് കേറും. പറയാൻ പറ്റില്ല. ഗുളിക വാങ്ങിച്ചോണ്ട് വരണമെന്നല്ലേ പറഞ്ഞത്? ഗുളിക വാങ്ങിച്ചോണ്ട് വന്നു, അത്രേ ഉള്ളൂ. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. നിധി പറയുന്നു, ഈ കഥ ഒരു ദിവസം അച്ഛൻ തന്നെ എന്നോട് പറയും. അത് പറയിപ്പിക്കാതെ ഞാൻ വിടില്ല. കാണാമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, ഒരു ദിവസം എന്റെ അരികിലിരുന്ന് എല്ലാ കഥകളും പറയും. അങ്ങനെ ഞാൻ എല്ലാ സത്യവും അറിയും. നിധി അകത്തേക്ക് പോയതിനു ശേഷം ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, എന്താ ഇവളിങ്ങനെ? അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവൾ എന്തിനായിരിക്കും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? അങ്ങനെ സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഭാസ്കരൻ. തുടർന്ന് നികേഷിനെ സ്നേഹത്തോടു കൂടി പരിചരിക്കുകയാണ് നിധി. ഉറക്ക ഉണർന്ന നികേഷിന് കോഫി ഉണ്ടാക്കി കൊടുക്കുകയും നികേഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയുമാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്